നമസ്കാരം. ഇറാനെതിരെ സൈനിക നടപടി ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ബ്രിട്ടൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനെ തകർക്കാൻ ട്രംപിന് കൂട്ടുനിൽക്കാനാകില്ല എന്നും അതിനാൽ തങ്ങളുടെ സൈനിക താവളങ്ങൾ വിട്ടു നൽകാൻ കഴിയില്ല എന്നും ബ്രിട്ടൻ തുറന്നു സമ്മതിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാർസിയ താവളവും ഇംഗ്ലണ്ടിലെ വ്യോമതാവളവും ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകില്ല എന്ന നിലപാടാണ് ബ്രിട്ടൻ സർക്കാർ എടുത്തിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ തടയാൻ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് സമാധാനപരമായ നയതന്ത്ര നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടന്റെ ഈ സുപ്രധാനമായ തീരുമാനം പുറത്തുവന്നതും അന്താരാഷ്ട്ര നിയമങ്ങളും മേഖലയിലെ സമാധാന അന്തരീക്ഷവും കണക്കിലെടുത്താണ് അമേരിക്കയുടെ യുദ്ധാഭ്യർത്ഥനയെ ബ്രിട്ടൻ തള്ളിക്കളഞ്ഞത്. ഇറാനെതിരായ ഏതൊരു സൈനിക നീക്കവും നിയമപരമായ അടിസ്ഥാനമില്ലാത്തതാണ് എന്ന നിലപാടിലാണ് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം എത്തി നിൽക്കുന്നത്. മുമ്പ് നടന്ന സൈനിക നീക്കങ്ങളിലൂടെയും ഡിഗോ ഗാർസിയ താവളം ഉപയോഗിക്കാൻ ബ്രിട്ടൻ അനുവാദം നൽകിയിരുന്നില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ചർച്ചകളെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നതെന്നും അനാവശ്യമായ സൈനിക ആക്രമണങ്ങൾ മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാക്കുമെന്നും ബ്രിട്ടൻ സർക്കാർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടന്റെ ഈ കർശന നിലപാട് ട്രംപ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ചാഗോസ് ദ്വീപുകളുടെ നിയന്ത്രണം മൗറീഷ്യസിന് കൈമാറുവാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ ട്രംപ് ഇപ്പോൾ ശക്തമായി എതിർക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. താവളങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നത് ഇറാനെതിരായ അമേരിക്കയുടെ അധിനിവേശ മോഹങ്ങൾക്ക് തടസ്സമാകുമെന്നാണ് ട്രംപ് ഭയപ്പെടുന്നത്. മൗറീഷ്യസുമായുള്ള കരാർ ബ്രിട്ടന്റെ വലിയ തെറ്റാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഡിഗോ ഗാർസിയയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ സൈനിക ആവശ്യങ്ങൾക്കായി നിലനിർത്തണമെന്നും സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുന്നിരുന്നു. എന്നിരുന്നാലും സമാധാനപരമായ പരിഹാരത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടതുണ്ട് എന്നാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടിന് കരുത്തു പകരുന്നതാണെന്നാണ് ബ്രിട്ടന്റെ ഇപ്പോഴത്തെ നീക്കം. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് തിരിച്ചു നൽകുന്നതിലൂടെ കോളനി വാഴ്ചയുടെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കാനാണ് ബ്രിട്ടൻ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാൻ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആഗ്രഹം നടപ്പിലാക്കാനാണ് ബ്രിട്ടൻ സർക്കാർ നിലവിൽ മുൻഗണന നൽകുന്നത്.